നമസ്കാരം കൂട്ടുകാരെ, ഏവർക്കും ക്രിയേറ്റീക്കൽ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റിൽ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ മാർക്കറ്റ് കൃത്യമായിട്ട് ഒരു രീതിയിലേക്ക് പോയിരുന്നു. നമ്മുടെ മാർക്കറ്റ് നിങ്ങൾ കണ്ട പോലെ ഇന്ന് കയറി വന്നു. മാർക്കറ്റ് പ്രതീക്ഷിക്കാൻ ഞാൻ ഫ്ലാറ്റ് മാർക്കറ്റാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നിഫ്റ്റി ഇന്നൊരു ഫ്ലാറ്റിന് പകരം ഒരു ചെറിയൊരു അപ്പോർഡ് മൂവ് തന്നു. ഏകദേശം 23,455 വരെ വന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തിന് അവൻ ക്ലോസ് ചെയ്യിക്കുന്നത് വ്യത്യാസമൊന്നുമില്ല. ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്താണ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു ബാലൻസിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യണത്. സോ സെയിം അതേപോലെ ഇന്ന് ബാങ്ക് നിഫ്റ്റിയും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 50,000 മുകളിൽ അവന് പോയി. 286 വരെ പോയി. അന്ന് വന്ന ഹൈഡ് ആ ഭാഗത്ത് വന്ന് റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങി. ഏകദേശം പറയുകയാണെങ്കിൽ അവനും നമ്മുടെ ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ 49,914 കിടക്കുന്നത്. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലത്തെ പി ഒ സിയുടെ ഭാഗത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കഴിഞ്ഞ 3 ദിവസമായിട്ടൊരു ബാലൻസ് ആയതുകൊണ്ട് ഞാൻ ആ പ്രൊഫൈലൊന്ന് മെർജ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് 1-2 കാര്യങ്ങൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, ബാലൻസ് പ്രൊഫൈലിൽ നിന്ന് ഇംബാലൻസിലേക്ക് പോകുന്നതൊക്കെ നമുക്കറിയാം. അതിനുമുമ്പ് 2 കാര്യങ്ങളിലേക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഒന്ന്, അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നു. നല്ല പോസിറ്റീവായി വന്നത് കാരണം അമേരിക്കയിൽ S&P ഇന്ന് അപ്പാണ്. ഏകദേശം പറഞ്ഞാൽ 56 പോയിന്റ് അപ്പ്, 1% അപ്പും. ഡൗ ജോൺസ് ഏകദേശം നല്ല 39,220 വരെ പോയിട്ട് ഇപ്പം താഴേക്ക് ഇറങ്ങി വരുന്നു. അത് പിന്നെ ഉച്ചയ്ക്ക് അവിടുത്തെ രാത്രി സമയത്ത് ഉച്ച സമയം, നമ്മുടെ രാത്രി സമയത്ത് 12:30 മണിക്ക് ഡേറ്റ അവരുടെ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഡേറ്റ ഫെഡറൽ റിസർവ് പ്രഖ്യാപിക്കും. അവരിനി കുറയ്ക്കുമോ കൂട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. അതൊക്കെ ബാധിച്ചുകൊണ്ട് അമേരിക്കൻ മാർക്കറ്റ് ഇപ്പം ഒരു ഫ്ലാറ്റാണ്. നമ്മുടെ നിഫ്റ്റി ഏകദേശം പറഞ്ഞാൽ 520 വരെ പോയിട്ട് ആശാൻ എന്ത് ചെയ്തു? താഴേക്ക് ഇറങ്ങിയപ്പോൾ 440. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനെക്കാട്ടി ഒരു 19 പോയിന്റ് പ്ലസ്സിലാണ് ഇപ്പോൾ ഗിഫ്റ്റിന് നിൽക്കുന്നത്. അതായത് 98 പോയിന്റിൽ അവൻ പ്ലസ്സിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഡേറ്റ പോസിറ്റീവ്. അതായത് സെക്കൻഡറി കേസായ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ അത് നല്ല പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ. സോ നമ്മുടെ പൊതുവേ ഉള്ള കാര്യങ്ങൾ പ്രകാരം അത്രയ്ക്ക് ബാഡായിട്ടുള്ള ഒരു ഡേറ്റയില്ല, എന്നാൽ സൂപ്പറായിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റയാണ് വന്നിരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്തുനിന്നും നമ്മുടെ ഭാഗത്തുനിന്നും. അപ്പോൾ നമുക്ക് 2 തരം പോസിറ്റീവ് ന്യൂസ് ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനും കുറച്ച് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ നാളെ ബാധിക്കും. കാരണം നാളെ എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി. അപ്പോൾ അതുള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പെർഫെക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. നമുക്ക് ഇനി മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് പ്രകാരം ഞാൻ ഈ പ്രൊഫൈലിനെ ആദ്യം നമുക്ക് എടുക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റി എടുക്കാം. നിഫ്റ്റിയുടെ പ്രൊഫൈൽ പ്രകാരം ഞാൻ ഈ നിഫ്റ്റി നിങ്ങൾ നോക്കുമ്പോൾ മാർക്കറ്റ് ക്ലിയർലി ഒരു മെർജിലാണ് നിൽക്കുന്നത്. ഞാനിപ്പോൾ എന്ത് ചെയ്തു? ഈ 3 ദിവസത്തെ ഈ പ്രൊഫൈലിൽ, അതായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രെൻഡ് ഡേ അപ്പ് വന്നതിന് ശേഷം 23,216 എന്ന പി ഒ സി ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ആ പി ഒ സിക്ക് മുകളിൽ മാർക്കറ്റ് ഒരു ഹയർ ഹൈ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ ഒരു റേഞ്ച് കിടക്കുന്നുണ്ട്. ഞാൻ ഈ 3 പ്രൊഫൈലിനെ ഒന്ന് മെർജ് ചെയ്ത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാം. നിങ്ങൾ കാണുമ്പോൾ ഒരു കുംഭകർണൻ്റെ വയറ് നിൽക്കുന്ന പോലെ കിടക്കയില്ലേ? അതായത് വയറ് തള്ളി നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന അത് അജീർണം പിടിച്ച ഒരു കൊച്ചിനെ പോലെ, അതായത് ഒരു വയറ് തള്ളി നിൽക്കുന്ന ഒരാളെ പോലെ നിൽക്കുന്നു. അപ്പോൾ കുംഭകർണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, വയറ് തള്ളി നിൽക്കുന്നു. സോ ഇത് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു പ്യുവർലി ബാലൻസ് ആണ്. 23,220-നും 23,460 ആ റേഞ്ചിനകത്ത് ഒരു പ്രത്യേകിച്ച് പറഞ്ഞാൽ 440 ഇടയിലുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിഫ്റ്റി. കാരണം നിങ്ങൾക്കൊരു ഉദ്ദേശിച്ചാൽ മതി, ഈ ഒരു ബാലൻസ് റേഞ്ച് ആയതുകൊണ്ട് ഞാൻ എൻ്റെ ബാലൻസിലേക്ക് കൊടുത്തു. നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഓർത്തോളുക, നിഫ്റ്റിയുടെ ഒരു ക്ലബ്ഡ് പി ഒ സി 23,351, വാല്യൂ ഏരിയ ഹൈ 411, വാല്യൂ ഏരിയ ലോ 299. അപ്പം ഇതിനകത്ത് നിന്നാണ് നിഫ്റ്റി ഇപ്പം കിടന്ന് കളിക്കുന്നത്. ഈ 411 മുകളിൽ പോയാൽ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ബൈ ഉള്ളൂ. 411 മുകളിൽ നിഫ്റ്റി പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ 514, സെക്കൻഡ് ടാർഗറ്റ് നിലയിൽ 606, തേർഡ് ടാർഗറ്റ് എന്ന നിലയിൽ ഞാൻ 785 പറയും. എത്രയാണ്? 23,412 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 23,514, അതിന് മുകളിൽ 606, അതിന് മുകളിൽ 787. ഓക്കെ. ഇനി താഴോട്ടാണെങ്കിൽ നിഫ്റ്റി 23,290 എത്രയാണ്? 23,298 താഴെ നിൽക്കുകയാണെങ്കിൽ 23,216, അതിന് താഴെ ബാക്കിയുള്ള പി ഒ സി എത്രയാണ്? 23,146, 23,110, 23,074, 23,024. ഇത്രയും ലെവലാണ് നിഫ്റ്റിക്കുള്ളത്. അപ്പോൾ നമുക്ക് ആ ലെവൽ കൃത്യമായിട്ടൊന്ന് ബാധിച്ചു വയ്ക്കുക.
നമുക്ക് ഈ 400 എന്ന് പറഞ്ഞാൽ വിവാപ്പും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കൂടെ അത് പി ഒ സിയുടെ ഭാഗത്ത് നിൽപ്പുള്ളതുകൊണ്ട് നമുക്ക് അതിനങ്ങ് ബാറ്റ് വയ്ക്കാം. അപ്പം ഞാൻ ഈ നിഫ്റ്റിയുടെ ലെവലൊക്കെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി മാർക്ക് ചെയ്യാം. ആദ്യം ഈ ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് കളയട്ടെ, എന്നിട്ട് നമുക്കൊന്ന് കൃത്യമായിട്ട് ഒന്ന് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഇതിനെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ നിൽക്കുന്ന 23,360 ഭാഗത്ത് ക്ലോസ് ചെയ്ത്. ഇപ്പോൾ നമ്മുടെ പി ഒ സി എന്ന് പറഞ്ഞാൽ 23,351. സോ 23,351 ഭാഗത്ത് നിഫ്റ്റി അങ്ങ് ഞാൻ ഏതാണ് 23,351 അതങ്ങ് ഞാൻ വരച്ചു. അതിൻ്റെ പി ഒ സിയുടെ കളർ എത്രയാണ്? പി ഒ സിയുടെ കളർ വന്ന് ഇത് അതിന് മുകളിൽ അടുത്ത 23,411 ഫസ്റ്റ് റെസിസ്റ്റൻസ് 23,411 പറഞ്ഞ രീതിയിലാണ് പറഞ്ഞത്. 23,411 അല്ല 12 വയ്ക്കാം. അപ്പോൾ അതൊരു കളർ നമുക്ക് എന്താണ് ആ കളർ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ആ കളറിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിനൊന്ന് വലുതാക്കി വയ്ക്കും. നിങ്ങൾക്ക് കുറച്ച് ഈസിക്ക് വേണ്ടി ഞാൻ ഇതിനൊന്ന് വലുതാക്കി വരയ്ക്കുക. അപ്പം 23,412 എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് ബ്ലാക്കാണ്. അതിന് മുകളിൽ അടുത്ത ടാർഗറ്റ് എത്രയാണ്? 23,514. 514 ഞാൻ വരയ്ക്കട്ടെ. 23,514. അതിന് മുകളിൽ അടുത്ത വരുന്ന ലെവലാണ് 23,606. 23,606 അതിനെ വരച്ച് അടുത്തത് 23,785 എന്ന് പറഞ്ഞ ഏരിയ. 785 23,785 എന്ന് പറഞ്ഞ ഏരിയ. ഇതാണ് നിഫ്റ്റിയുടെ മുകളിലോട്ടുള്ള നിങ്ങളുടെ റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി താഴോട്ട് ഫസ്റ്റ് സപ്പോർട്ട് 23,299. ഓക്കെ, അത് ഫസ്റ്റ് സപ്പോർട്ടാണ്. അതിനെ ഞാൻ വരച്ചു. ആ സപ്പോർട്ടിൻ്റെ കളർ വന്ന് എന്താണ്? പച്ച. സപ്പോർട്ടിൻ്റെ കളർ പച്ച. അടുത്തത് 23,216. അത് 23,216 നമ്മുടെ ട്രെൻഡ് ഡേയുടെ പി ഒ സി ആയതുകൊണ്ട് അതിൻ്റെ കളർ ഞാൻ പി ഒ സിയുടെ കളർ കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് 23,146. 23,146 നമ്മുടെ പഴയ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ പച്ച കളറ്. അതിനുശേഷം 23,074. 23,074 അത് വച്ചു. അതിന് താഴെ അടുത്തത് 23,024. 23,024 ഇതാണ് നമ്മുടെ സപ്പോർട്ട്. അപ്പോൾ നാളെ നമുക്ക് നോക്കേണ്ടത് എന്താണ്? 23,350 മുകളിൽ നിൽക്കുമ്പോൾ 412 റെസിസ്റ്റൻസ് ആണ്. 412 മുകളിൽ 514, 514 മുകളിൽ 606, 606 മുകളിൽ 787 നിഫ്റ്റി 23,000. ഇനി താഴോട്ട് 23,350 താഴെ വരെയാണെങ്കിൽ 23,299. അതിന് താഴെ 216, അത് താഴെ 146, അതിന് താഴെ 23,074, 23,024. ഇതാണ് പറയുന്നത്. നാളെ ഇത് കഴിഞ്ഞ 3 ദിവസം പെർഫെക്റ്റ്ലി ബാലൻസ് ആയതുകൊണ്ട് മാർക്കറ്റ് ഒരു ഇംബാലൻസ് മൂവ് വേണമെങ്കിൽ നാളെ തരാം. പ്രത്യേകിച്ച് നാളെ ഇന്ന് ന്യൂസുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം നല്ല നെഗറ്റീവായി വന്നതുകൊണ്ട് നാളത്തേക്ക് ന്യൂസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഇത് പ്യുവർലൊരു ബാലൻസ് ആയിരുന്നു. ഞാൻ ഇതിനെയും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഞാനൊന്ന് മാറ്റി വെച്ചായിരുന്നു ബാലൻസ്. സോ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 3 ദിവസത്തെ എന്താണ് ഈ 3 ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരേ റേഞ്ചിൽ തന്നെ ബാങ്ക് നിഫ്റ്റി കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, ഏകദേശം ഒരേ റേഞ്ചിൽ തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഇതിനെയൊക്കെ ഞാൻ മെർജ് ചെയ്ത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല, നമുക്ക് റേഞ്ച് അറിയാമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം നമുക്ക് പ്ലാൻ ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞല്ലോ, കുംഭകർണൻ്റെ വയറ് തള്ളി നിൽക്കുന്ന പോലെയാണ് ആശാൻ്റെ വയറ് നിൽക്കുന്നത്. 49,935 പി ഒ സി, 50,075 വാല്യൂ ഏരിയ ലോയും, 49,815 വാല്യൂ ഏരിയ ലോയും. സോ ഇനി നമ്മൾ നോക്കേണ്ട 50,085 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 50,210, അതിന് മുകളിൽ 414, അതിന് മുകളിൽ എത്രയാണ് 50,414 മുകളിൽ 50,530, അതിന് മുകളിൽ 50,000 എത്രയാണ് 710, അതിന് മുകളിൽ 50,953. അപ്പോൾ എത്രയാണ് 50,075 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 50,210, 50,414, 50,530, 50,710, 50,953. ഇനി താഴോട്ട് വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആ ലെവലൊന്ന് മാർക്ക് വയ്ക്കാം. മുകളിൽ ബാങ്ക് നിഫ്റ്റി ലെവൽ മാർക്ക് വെച്ചാൽ മുകളിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. സോ ഞാൻ ഈ എല്ലാ റാനും റിമൂവ് ചെയ്യണം. ഇതിനൊന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് വ്യക്തമായിട്ട് വരച്ചേക്കാം. അപ്പം ഫസ്റ്റ് വരെ നമ്മളെ പി ഒ സി എത്രയാണ്? 49,935 നമ്മളെ പി ഒ സി. 49,935 നമ്മുടെ ഈ 3 ദിവസത്തെ പി ഒ സി. അതിനെ ഞാൻ വരച്ചു. ഇനി അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 50,075, 50,075 നമ്മുടെ റെസിസ്റ്റൻസ്. അപ്പോൾ അതെന്താണ്? അതിൻ്റെ കളർ ഞാനൊന്ന് മാറ്റാം. കളർ എന്താണ്? കറുപ്പ്. ഇനി അടുത്ത മുകളിൽ 50,210, 50,210, 50,210. ഓക്കെ, അതിന് മുകളിൽ അടുത്ത എത്രയാണ്? 50,414, 414, 50,414 അത് വരയ്ക്കുന്നു.
അതിന് മുകളിൽ 50,530, 50,530, 50,530 അടുത്ത റെസിസ്റ്റൻസ്. ഇനി അതിന് മുകളിൽ അടുത്ത വരുന്നത് 50,710, 50,710. അത് അടുത്ത വരുന്നത് 50,953, 50,953. ഇത്രയാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഏതൊക്കെയാണ് റെസിസ്റ്റൻസ്? 49,935 മുകളിൽ 50,075, 50,210, 50,414, 50,530, 50,710, 50,953. ഇതാണ് മുകളിലോട്ടുള്ള. ഇനി താഴോട്ടുള്ള റെസിസ്റ്റൻസ് സപ്പോർട്ട് ഏതൊക്കെയാണ്? 49,815 അടുത്ത ഫസ്റ്റ്. 49,815 ഫസ്റ്റ് സപ്പോർട്ട്. സോ 49,815 ഫസ്റ്റ് സപ്പോർട്ട്. ഓക്കെ. അതിന് താഴെ 49,680, 49,680. അതിന് താഴെ 49,410, 49,410, 49,410. അതിന് താഴെ 49,230, 49,230. അതിന് താഴെ 49,060 എന്ന് പറഞ്ഞ ആ ഒരു ലേരി, 49,060. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, ക്ലിയർ ആയല്ലോ? 49,935, 50,075, 50,210, 50,414, 50,530, 50,710, 50,935. താഴോട്ട് 49,815, 49,680, 49,410, 49,230, 49,60. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് ഇപ്പം ഡൗ ജോൺസ് തിരിച്ച് താഴേക്ക് ഇറങ്ങിയെങ്കിൽ കൂടെ നാസ്ഡാക്ക് 1.5% അപ്പിലാണ്. S&P 1.25% ആൾമോസ്റ്റ് അപ്പാണ്. ഡൗ ജോൺസ് മാത്രമേ ഒരു ഫ്ലാറ്റ് 0.26 നിൽക്കുന്നുള്ളൂ. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം 105 പോയിന്റ് അപ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് നാളെ അതിൻ്റെ മുമ്പിൽ തരാനുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ കണക്കൂട്ടിൽ 23,410 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,606 നിഫ്റ്റി വന്നിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് ഞങ്ങളുടെ ഊർജ്ജം. ദയവായി ഊർജ്ജം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കുക. ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ.